ലഹരി മാഫിയയ്ക്കെതിരായ സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരിമരുന്ന് വ്യാപനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിമരുന്ന് വ്യാപനം ഏറ്റവും കൂടുതലായുള്ള സംസ്ഥാനമായി കേരളം മാറുന്നുവെന്നും നാടിൻ്റെ യുവത്വത്തെ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലഹരിമരുന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനസംഖ്യയിൽ 65% ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെ ഇല്ലാതാക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ലഹരിമരുന്നാണ്. തൂഫാൻ പദ്ധതിയുടെ അംബാസഡർമാരായി ഓരോരുത്തരും മാറണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്റലിജൻസ് IG പുട്ട ബിമലാദിത്യയാണ് തൂഫാൻ നോഡൽ ഓഫീസർ. ലഹരിമരുന്ന് ശൃംഖലയെ അപ്പാടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിനകത്ത് നോ എക്സ്ക്യൂസ് നിലപാടായിരിക്കും. കാരവനിൽ കയറി പരിശോധിക്കില്ലെന്ന ധൈര്യം ആർക്കും വേണ്ട. നിയമത്തിന് മുന്നിൽ സ്റ്റാറ്റസോ പണമോ പദവിയോ നോക്കിയായിരിക്കില്ല പോലീസ് പ്രവർത്തിക്കുക. ഡാർക്ക് വെബിൻ്റെ മറവിലിരുന്ന് കച്ചവടം നടത്തുന്നവരെ സൈബർ സെൽ പിന്തുടരും. ഈ ശൃംഖലയിൽപ്പെട്ട എല്ലാവരും ഇന്നുകൊണ്ട് ഈ കച്ചവടം അവസാനിപ്പിക്കുകയാണ് നല്ലതെന്ന മുന്നറിയിപ്പും രമേശ് ചെന്നിത്തല നൽകി. പദ്ധതി വിജയിക്കാൻ ജനങ്ങളുടെ സഹായം ആവശ്യമാണ്. ഇതിനായി പോലീസിൻ്റെ ആപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. എക്സൈസും പോലീസും വിദ്യാഭ്യാസ വകുപ്പും ഉൾപ്പെടെ ഒന്നിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകും. പരാതികളും അറിയിപ്പുകളും നൽകുന്നവരുടെ വിവരങ്ങൾ പുറത്തുവരില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്റലിജൻസ് IGയുടെ നേതൃത്വത്തിൽ നർക്കോട്ടിക് സെല്ലും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനം ജില്ലാ തലങ്ങളിലും താഴേക്കും ലഹരിമരുന്ന് മാഫിയകൾക്കെതിരെ പ്രവർത്തിക്കും.